Hi everyone, this is Ebin Say from Evika. നമ്മുടെ ഇന്നത്തെ ആപ്പിൾ ന്യൂസ് ഏബിൽ കുറേയധികം എക്സൈറ്റിംഗ് ആയ ന്യൂസുകൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് നമ്മുടെ ആപ്പിൾ ന്യൂസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരോടാണ് ഒരു വലിയ താങ്ക് യു പറയാനുള്ളത്. ഇതിപ്പോൾ 153ാമത്തെ എപ്പിസോഡാണ്. ഈ എപ്പിസോഡായിട്ടും ഇത്ര എപ്പിസോഡായിട്ടും കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്നെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കുറേയധികം കൂട്ടുകാരുണ്ട്. അവരോട് എല്ലാവരോടും പിന്നെയും താങ്ക് യു പറയാണ്. നിങ്ങളുടെ ആപ്പിൾ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ ഷെയർ കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. കാരണം എക്സ്ക്ലൂസീവായിട്ട് എല്ലാ ആഴ്ചയും ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ന്യൂസും നിങ്ങൾക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു ചാനൽ മാത്രമേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. സോ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീക്കിലിയും റിലീസ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ വാൾപേപ്പേഴ്സ് നിങ്ങൾക്കവിടെ ഫ്രീ ആയിട്ട് ലഭിക്കും. ഏറ്റവും നല്ല വാൾപേപ്പേഴ്സ് iOS 26 പറ്റിയ അടിപൊളി വാൾപേപ്പേഴ്സാണ് എവിക്കയുടെ ഈ പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിലും കൊടുക്കുന്നത്. സോ ഇൻസ്റ്റാഗ്രാമിലും എന്തായാലും ഫോളോ ചെയ്യുക. This is Ebin Xavier. Welcome back to Evika. ഒന്നാമത്തത് അപ്ഡേഷൻ സ്റ്റാർട്ട് ചെയ്യാം. iOS 26.2 ഇപ്പോൾ നമുക്ക് ഒഫീഷ്യലി റിലീസ് ആയി കഴിഞ്ഞു. അതിൻ്റെ ആ സെയിം വീക്ക് ഈ ഒരു വീക്കിൽ തന്നെ iOS 26.3ൻ്റെ ബീറ്റ 1 റിലീസ് ആയിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റിൽ നമുക്ക് വലിയൊരു ചേഞ്ച് ഒന്നും ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ല. ഇനി വരാൻ പോകുന്ന മേജർ അപ്ഡേറ്റ് വരാൻ പോകുന്നത് iOS 26.4 26.2 കഴിഞ്ഞാൽ 26.3 വലിയ മാറ്റങ്ങൾ ആപ്പിൾ കൊണ്ടുവരില്ല. ഇതിൽ മാക്സിമം ആപ്പിൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെബിലിറ്റിയും പെർഫോമൻസും മെയിൻറ്റെയിൻ ചെയ്യാനായിരിക്കും. അടുത്ത അപ്ഡേറ്റിൽ ഗൂഗിളിൻ്റെ അതായത് നമ്മുടെ ജെമിനിയുടെ ഒക്കെ കുറേയധികം പാരാമീറ്റേഴ്സൊക്കെ യൂസ് ചെയ്തുകൊണ്ട് സിറി കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുള്ള ചാൻസ് അല്ല ബെറ്റർ ആക്കാൻ വേണ്ടി അവരിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 26.4 ഒരു മേജർ റീഹള്ള് സിറിയിലും ബാക്കി കാര്യങ്ങൾക്കും വരാൻ പോകുന്നത്. അപ്ഡേഷൻ്റെ കാര്യം തന്നെ പറയുമ്പോഴാണ് ജപ്പാനിൽ ആപ്പിൾ iOSൽ കുറേയധികം ട്വീക്കിങ്ങും ചേഞ്ചിങ്ങും കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തത് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പേയ്മെൻറ്റ് മെത്തേഡ് ഇനി നമുക്ക് യൂസ് ചെയ്യാം ഐഫോണിൽ. അവിടെയൊക്കെ ആപ്പിൾ പേ ആണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആപ്പിൾ പേയിന് പകരം ഓൾട്ടർനേറ്റീവ് പേയ്മെൻറ്റ് മെത്തേഡ് ഇനി അവർക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തെ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള വോയിസ് അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ എൻ്റെ പവർ ബട്ടൺ ഇങ്ങനെ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ എന്ത് വരും, ഇവിടെ ഞാൻ സിറി വന്നു. ഞാൻ ആപ്പിൾ ഇൻ്റലിജൻസ് യൂസ് ചെയ്യാറില്ല, കാരണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ആപ്പിൾ ഇൻ്റലിജൻസ് വെറുതെ ഓൺ ചെയ്താൽ 8 GB അല്ലെങ്കിൽ 6 GB എൻ്റെ ഫോണിൽ സ്റ്റോറേജ് പോകും. രണ്ടാമത്തെ ഇപ്പോൾ ആപ്പിൾ ഇൻ്റലിജൻസ് ഒരു സ്പ്രൗട്ടഡ് സീഡാണ്, പൊട്ടി മുളച്ച് വരുന്ന ചെറിയൊരു പുല്ല് പോലെ അല്ലെങ്കിൽ ചെറിയൊരു തൈ പോലെ ആയിട്ടുള്ളൂ. അതൊന്ന് വളർന്നു വരട്ടെ, എന്നാലാണ് നമുക്ക് കുറേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതിനു വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ്. ഞാൻ സിറി ഇപ്പോൾ വന്നില്ലേ, ഇപ്പോൾ സിറി വന്ന പോലെ തന്നെ ചൈനയിലുള്ള അല്ലെങ്കിൽ ജപ്പാനിലുള്ള ആൾക്കാർക്ക് ഇതേപോലെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ സിറിന് പകരം വേറെ ഏതെങ്കിലും ഒരു സ്മാർട്ട് അസിസ്റ്റൻറ്റിന് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ChatGPT ആയിക്കോട്ടെ, ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, അത് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ജപ്പാൻ iOS യൂസേഴ്സിന് കൊണ്ടുവരുന്നുണ്ട്. അടുത്തൊരു കാര്യം, ചൈൽഡായിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ ഐഫോൺ കൊടുക്കാറുണ്ട് പാരൻ്റൽ കൺട്രോളിങ്. അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻസും കുറേയധികം മാറ്റങ്ങൾ ജപ്പാനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് ChatGPT ഇല്ലേ, ChatGPTയും നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക് സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് അടിപൊളി പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ എവിക്കയുടെ കുറേയധികം പ്ലേ ലിസ്റ്റ്, അതായത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ടീം ക്യൂറേറ്റ് ചെയ്ത് തന്നെ കുറേയധികം പ്ലേ ലിസ്റ്റ് ഉണ്ട്. ഇപ്പോൾ ഫോക്കസ് മോഡ് ആയിക്കോട്ടെ, വർക്കൗട്ട് ആയിക്കോട്ടെ, നമുക്ക് ഡ്രൈവിംഗ് ആയിക്കോട്ടെ, അങ്ങനെ എല്ലാത്തിനും ഒരു ക്യൂറേറ്റഡ് പ്ലേ ലിസ്റ്റ് എവിക്കയുണ്ട്. നിങ്ങൾക്ക് ആപ്പിൾ മ്യൂസിക്കിലും കിട്ടും, അല്ലെങ്കിൽ ലിങ്ക് താഴത്ത് കൊടുത്തേക്കാം, സെർച്ച് ചെയ്താൽ കിട്ടും. ഇനി ChatGPTയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ട്രെൻഡിങ് ആയ 10 പാട്ട്, ഇപ്പോഴത്തെ മലയാളത്തിലെ ട്രെൻഡിങ് ആയ 10 പാട്ട് വേണമെന്ന് പറഞ്ഞാൽ ആപ്പിൾ മ്യൂസിക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ChatGPTയിൽ കൊണ്ടുവരാൻ പറ്റും. ആപ്പിൾ ഇപ്പോൾ ChatGPT, ഗൂഗിൾ ജെമിനി എന്നീ പറഞ്ഞ തേർഡ് പാർട്ടി കമ്പനികളുടെ AI ഫീച്ചേഴ്സ് ഇപ്പോൾ ഭയങ്കരമായിട്ട് അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത് ആപ്പിൾ ഇപ്പോൾ ലേണിംഗ് പ്രോസസ്സിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എല്ലാ കമ്പനികളും AI എന്ന് പറഞ്ഞ കാര്യത്തിൻ്റെ പുറകെ ഓട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ആപ്പിൾ ഇപ്പോൾ അതിൻ്റെ പുറകെ ഓടാതെ അത് ഓൾറെഡി എത്തിയിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അത് ഓൾറെഡി ചെയ്യുന്ന ആൾക്കാരില്ലേ, അവരുടെ അടിയിൽ പോയിട്ട് ഒരു പ്രൊഫഷണൽ പീരീഡ് പോലെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സ്റ്റഡി അല്ലെങ്കിൽ ലേണിംഗ് പീരീഡിലാണ് ഇപ്പോൾ ആപ്പിൾ ഉള്ളതാണ് എൻ്റെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പോയിൻ്റ് ബ്രേക്ക് ഓൺ ആയിട്ട് വരും. ആ ഒരു പോയിന്റിലായിരിക്കും ആപ്പിളിന് പുഷ് ചെയ്ത് കയറാൻ പോകുന്നത്.
ശ്രദ്ധിച്ചോ, നോക്കിയിരുന്നോ, അങ്ങനത്തെ ഒരു പോയിന്റ് വരും. എല്ലാ കാര്യങ്ങളും സാച്ചുറേറ്റ് ആവുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഒരിടക്ക് ക്രിപ്റ്റോ ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഒരിടക്ക് നമ്മുടെ ഡിജിറ്റൽ മണി ഉണ്ടായിരുന്നു. ക്രിപ്റ്റോ അല്ലാതെ ഡിജിറ്റൽ മണി, അതൊക്കെ ഒരു സമയം വരുമ്പോഴത്തേക്കും ഒരു പീക്ക്, ഒരു ബൂമുണ്ട്. ആ ബൂം കഴിഞ്ഞൊന്ന് സ്റ്റെബിലൈസ്ഡ് ആവും, അല്ലെങ്കിൽ ഒന്ന് സാച്ചുറേറ്റഡ് ആവും. ആ ഒരു സാച്ചുറേഷൻ പോയിന്റിൽ വെയിറ്റ് ചെയ്യുന്നൊരു കമ്പനി ആണെങ്കിൽ അതിനെക്കാട്ടും പൊക്കത്ത് പോകാനായിട്ട് അവർ സ്കൈ റോക്കറ്റ് ചെയ്യുന്നൊരു ഐഡിയ ഉണ്ടാവും. ആ ഒരു സാധനം ലേൺ ചെയ്യുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആപ്പിൾ ഇനി വരാൻ പോകുന്നത് AI യുഗമായതുകൊണ്ട് തന്നെ എല്ലാ പ്രോസസ്സുകളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഡിവൈസുകളും, എല്ലാ ആപ്ലിക്കേഷനായിട്ടുള്ള കണക്ഷൻസും, എല്ലാ കാര്യങ്ങളും. സോ ഓർത്ത് വെച്ചോ, ആപ്പിൾ യൂസേഴ്സ് ഇനി ആൻഡ്രോയിഡിനെ മലത്തിടിക്കാൻ പോകുന്നത് AI വെച്ചാണ്. ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ആപ്പിളിൽ AI ഇല്ല, ആപ്പിൾ ഇൻ്റലിജൻസ് മോശമാണ്. ഞാൻ ഉൾപ്പെടെ പറഞ്ഞില്ല. ഇപ്പോൾ മോശമെന്നല്ല പറഞ്ഞത്, അതൊരു ബേബിയാണ്, ഒരു സ്പ്രൗട്ടിങ് പ്ലാന്റ് ആണ്. അത് വലുതാവും, ഉറപ്പായിട്ടും വലുതാവും. ആ വലുതാകുമ്പോൾ കിട്ടാൻ പോകുന്ന ആ ഒരു പ്രൊഡക്റ്റ് ഇല്ലേ, അത് മൈൻഡ് ബ്ലോവിങ് ആയിരിക്കും. ഈ ChatGPTയും ആപ്പിൾ ഹെൽത്തും കൂടെ ഇതേപോലെ കൊളാബ് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ChatGPTയും ആപ്പിൾ മ്യൂസിക്കും, അതേപോലെ ChatGPTയും ആപ്പിൾ ഹെൽത്തും കൊളാബ് ചെയ്യുന്നുണ്ടെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അത് ഇന്ന് ഇൻ്റഗ്രേഷൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ഡാറ്റ ഹെൽത്തുകൾ എല്ലാം കമ്പൈൻ ചെയ്ത് കുറേയധികം ഡീറ്റെയിൽസും ബാക്കി കാര്യങ്ങളും നമുക്ക് തരാൻ വേണ്ടിയാണ്. ഒരു കമ്പാനിയൻ പോലെ, ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കമ്പാനിയൻ, ഹെൽത്ത് കമ്പാനിയൻ പോലെ ആപ്പിൾ ഹെൽത്ത് മാറാനും ഇനി കുറച്ച് കാലം കൂടെ കഴിയുമ്പോൾ ആ ഒരു ഓപ്ഷൻ വരാനുള്ള ചാൻസ് നമുക്ക് വരുന്നുണ്ട്. അടുത്ത റിപ്പോർട്ട് എന്ന് പറയുന്നത്, ഞാൻ iPhone 5C തൊട്ടാണ് ആപ്പിൾ യൂസർ ആവുന്നത്. സത്യം പറഞ്ഞു, ആ ഒരു സമയത്തുണ്ടായ iOS ക്ലീനാണ്, ഒപ്റ്റിമൈസ്ഡ് ആണ്. ഇപ്പോഴും ഒപ്റ്റിമൈസ്ഡ് ആണ് കുറേയൊക്കെ, പക്ഷെ ക്ലീൻ അല്ല. എന്താണെന്നല്ലേ, ആപ്പിൾ തന്നെ അവരുടെ സ്വന്തം ആപ്പ് സ്റ്റോറിലൊക്കെ ആഡുകൾ പുഷ് ചെയ്യുന്നുണ്ട്. ആപ്പ് സ്റ്റോറിലൊക്കെ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം വരുന്ന സെർച്ച് റിസൾട്ട് ഒരു ആഡായിരിക്കും. 2026 അത് ഇനിയും കൂട്ടുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, ആപ്പിൾ എന്ന് പറയുന്ന കമ്പനീനെ നമ്മൾക്ക് കേൾക്കുമ്പോൾ ഉണ്ടായിരുന്നു ക്ലീൻ, മിനിമലിസ്റ്റ്, പ്രൊഫഷണൽ എന്നീ പറഞ്ഞ ചില കാറ്റഗറി. പക്ഷേ ക്ലീൻ ആണെന്ന് എനിക്ക് ഇപ്പോൾ അത് പറയാൻ പറ്റില്ല. കാരണം ആഡുകൾ പിന്നെയും പുഷ് ചെയ്യുമ്പോൾ അവർക്ക് റവന്യൂ കിട്ടുന്നുണ്ട്. ആ ഒരു OSലേക്ക് അത് പുഷ് ചെയ്യേണ്ടതാണ് എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ്. നിങ്ങൾക്ക് അങ്ങനത്തെ സെയിം ഒരു ഒപ്പീനിയൻ ആണെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കാര്യം, ഈ സെയിം ഡേ, അതായത് ഈ ഒരു December 21 ആപ്പിളിൻ്റെ വേൾഡ് വൈഡ് മെഡിറ്റേഷൻ ഡേ ആണ്. ഈ ഒരു ഡേ നമുക്കൊരു സ്പെഷ്യൽ ചലഞ്ച് ആപ്പിൾ വാച്ച് യൂസേഴ്സിന് ലഭിക്കുന്നുണ്ട്. ആ ഒരു ചലഞ്ച് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ബാഡ്ജസും അതോടൊപ്പം സ്പെഷ്യൽ എഫക്ട്സ് ഉള്ള സ്റ്റിക്കേഴ്സും iMessage നമുക്ക് ലഭിക്കും. അങ്ങനെ കളക്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്, ഞാനും അതിലൊരു വ്യക്തിയാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ iMessage ടു iMessage അയക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ടെക്സ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആവുന്ന കുറേ സ്റ്റിക്കേഴ്സും അതേപോലത്തെ പാക്സുമാണ് വരുന്നത്. എന്തായാലും ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു 21 അതായത് ഈ ന്യൂസ് കാണുന്ന ഞായറാഴ്ചയാണ് ഒരു ഇവൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പം തന്നെ ഈ ന്യൂസ് കഴിയുമ്പോൾ ആ ഒരു ഇവൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്തതും ആപ്പിൾ വാച്ചിൻ്റെ ഒരു കാര്യമാണ്. ആപ്പിൾ വാച്ച് സീരീസ് 8 or above ഉള്ള യൂസേഴ്സിന് നമ്മുടെ DJIയുടെ ഒരു ചെറിയ ഡ്രോൺ ഉണ്ട്. ആ ഡ്രോൺ ഇനി മുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഡയറക്ഷൻസും ബാക്കി കാര്യങ്ങളും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അതിൻ്റെ സ്പീഡ്, അതിൻ്റെ വെലോസിറ്റി, ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇത് എത്ര സ്പീഡിലാണ് പോകണേ, എത്ര പൊക്കത്തിലുള്ള, എത്ര ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്, അതൊക്കെ നമുക്കറിയാൻ പറ്റുമെന്നാണ് കിട്ടിയ റിപ്പോർട്ട്. അതിൻ്റെ ഒരു പ്രോപ്പർ കാര്യം അറിയണമെങ്കിൽ നമുക്കിനി അതിൻ്റെ ഡെമോയും ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞാലാണ് അതിൻ്റെ പ്രോപ്പർ ഒരു ഡയറക്റ്റ് വിഷൻ നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എനിക്കത്രയും പവർ കൊടുക്കാൻ പറ്റില്ല, കാരണം തൊണ്ട ഇച്ചിരി സോറായിട്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തരേണ്ട എല്ലാ പുതിയ ഇൻഫർമേഷൻസും തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾക്കും ഈ ഒരു വീക്കിൽ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനത് മിസ്സായി കളഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യുക. ഇതേപോലെ റെഗുലറായിട്ട് നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സും ന്യൂസുകളും നിങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ എവിക്കൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക, അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടൊക്കെ മെൻഷൻ ചെയ്യുക. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വാൾപേപ്പറൊക്കെ കിട്ടുമ്പോൾ അതിട്ടിട്ട് ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ പേജൊക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലിട്. നമുക്കതൊരു മോട്ടിവേഷൻ അല്ലേ. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ ആപ്പിൾ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലെ അടിപൊളി കാര്യം അറിയാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാൾപേപ്പേഴ്സും പുതിയ അപ്ഡേറ്റ്സും റീൽസും എല്ലാം അറിയണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് തൊട്ട് താഴത്ത് കൊടുത്തേക്കാം. എന്തായാലും ക്ലിക്ക് ചെയ്ത് നമ്മളെ ഫോളോ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഈസ് എബിൻ സേവ്യ സൈനിങ് ഫ്രം എവിക്ക.